കൊച്ചി കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം രൂക്ഷമാകുന്നു. ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ സ്ഥാനമാനങ്ങൾക്കായി പലരും പരസ്യമായി രംഗത്ത് വന്നു തുടങ്ങി. അതോടൊപ്പം തങ്ങളുടെ തോൽവിയിൽ പരോക്ഷ കുറ്റപ്പെടുത്തലുകളുമായി പ്രമുഖർ രംഗത്ത് വന്നതും DCC നേതൃത്വത്തിന് തലവേദനയാവുകയാണ്. കഴിഞ്ഞ തവണ നേടിയ വിജയത്തെ അപേക്ഷിച്ച് ഇക്കുറി UDF ഭരണത്തിൽ കടന്നുകൂടുകയായിരുന്നു. നേരിയ ഭൂരിപക്ഷമാണെങ്കിലും ആവശ്യത്തിൽ ആരും പിറകോട്ടല്ല. ലത്തീൻ സഭയെ കൂട്ടുപിടിച്ച N വേണുഗോപാൽ I ഗ്രൂപ്പിന് വേണ്ടി നടത്തിയ നീക്കങ്ങളിൽ സഭ തന്നെ ഇടഞ്ഞു. 66-ാം ഡിവിഷനിൽ നിന്ന് ജയിച്ച ഗ്രേസി ബാബു ജേക്കബിന് വേണ്ടിയായിരുന്നു ഇത്. എന്നാൽ അടുത്ത വാർഡിലെ BJP സ്ഥാനാർത്ഥിയെ മാലയിട്ട് സ്വീകരിച്ച ഇവരുടെ ഭർത്താവിന്റെ ചെയ്തികളും ഇവിടെ കോൺഗ്രസിനെ BJP തോൽപ്പിച്ചതും ഇപ്പോൾ ചേർത്ത് വായിക്കപ്പെടുകയാണ്. I ഗ്രൂപ്പിലെ ഒരു വിഭാഗവും A ഗ്രൂപ്പ് മുഴുവനായും ഗ്രേസി ബാബുവിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. 1-ാം വാർഡിൽ നിന്ന് ജയിച്ച ഷൈനി മാത്യുവിനെയും I ഗ്രൂപ്പ് പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ മേയർ A ഗ്രൂപ്പിന് നൽകിയതിനാൽ ഇക്കുറി അതുണ്ടാകാനിടയില്ല എന്ന് കണക്കുകൂട്ടുന്നു. എങ്കിലും A ഗ്രൂപ്പിന്റെ സൗമിനി ജെയിൻ പ്രതീക്ഷ കൈവിടാതെ ഗ്രൂപ്പിനൊപ്പം പൊരുതുകയാണ്. ലത്തീൻ സഭയും തീരുമാനങ്ങളിൽ ഇടപെടുന്നതായാണ് സൂചന. എന്നാൽ ആർക്കും ഒരുറപ്പും നൽകിയിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് VJ പൗലോസ് പറയുന്നു. ഒരു സമുദായത്തിനായിട്ട് ഞങ്ങൾ മാറ്റിവെച്ചിട്ടില്ല. ഞങ്ങൾ മേയർ ആരെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. ഇതുവരെ ആരുടെ പേരും ഞങ്ങൾ പരിഗണിച്ചിട്ടില്ല. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് I ഗ്രൂപ്പിന്റെ TJ വിനോദും KVP കൃഷ്ണകുമാർ, A ഗ്രൂപ്പിന്റെ AB സാബു, PC ചാക്കോയുടെ നോമിനിയായ KPCC ഭാരവാഹി N പ്രേമചന്ദ്രൻ എന്നിവരും മത്സരസ്ഥാനത്തുണ്ട്. വനിതാ മേയറായതിനാൽ ഇക്കുറി ഭരണം നിയന്ത്രിക്കുക ഡെപ്യൂട്ടി ആയിരിക്കുമെന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണിത്. ഇതിനിടെ AICC അംഗമായിട്ട് പോലും സുരക്ഷിതമായ വാർഡ് മത്സരിക്കാൻ നൽകിയില്ലെന്ന പരാതി തോറ്റ ദീപ്തി മേരി വർഗീസിനെ പോലുള്ളവർ DCCക്കെതിരെ ഉയർത്തിക്കഴിഞ്ഞു. ഡാനി പോൾ, കൊച്ചി.